നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇത് വൈകുന്നേരം എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം ഞാൻ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് ഉണ്ണിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചപ്പാത്തിയാണ്, എനിക്കും അച്ഛനും. അപ്പം ഉണ്ണിക്കും ചപ്പാത്തി എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഉണ്ണി പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരു കറീനെ പറ്റി പറഞ്ഞു കേട്ടോ. നമ്മൾ കോവയ്ക്ക ഇട്ടിട്ട് മീൻകറി പോലെ ഉണ്ടാക്കാറില്ലേ, ആ കറി എന്താ ഇപ്പോൾ വെക്കാത്തേ ചോദിച്ചു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കോവയ്ക്ക ഇവിടെ ഇരിക്കണ കാരണം കൊണ്ട് എന്നാൽ പിന്നെ അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കറിയാണ് ഞാൻ അവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ അവന് പൊട്ടറ്റോ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പേരി പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ Q&A പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ വീഡിയോയ്ക്ക് ബാക്കി കിടക്കുന്നതിന് മുന്നേ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത്. മാമ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പം അടുത്തായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇത് ഷെയ്ഡ് 01 ആണ്, കാർണേഷൻ ന്യൂഡാണ് ഈ ഷെയ്ഡ്. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണ് വെച്ചെങ്കിൽ ഇത് 12 hours ലോങ് സ്റ്റേ തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇതിനകത്ത് നല്ല രീതിക്ക് നമുക്ക് ഒരു 1 സ്റ്റോക്കൊക്കെ മതി. നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സ്മഡ്ജ് പ്രൂഫാണ്. അതുപോലെ നല്ല രീതിക്ക് ഹൈഡ്രേഷനൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. വിറ്റാമിൻ ഇ അതുപോലെ തന്നെ അവക്കാഡോ ഓയിലൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിനകത്തുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ തോന്നുന്നത് കേട്ടോ. ഇത് ടോക്സിൻ ഫ്രീ ആണ്, അതേപോലെ തന്നെ സേഫ് സർട്ടിഫൈഡ് ആണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് 20% ഓഫിൽ മാമ എർത്തിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഹിമ 2025 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അത് മാത്രമല്ല ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ എല്ലായിടത്തും മാമ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. മാമ എർത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു തോട്ട്സ് ഒപ്പീനിയൻസും ഒക്കെ അവരായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിസിലാണ് അവരുടെ ഓണിയൻ ഷാമ്പൂ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അവർ ബെറ്റർ ക്വാളിറ്റിയിൽ അവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം നന്നായി റിസർച്ച് ചെയ്തിട്ടും ഇന്നോവേഷൻസ് ചെയ്തിട്ടും അവർ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള കറിയുടെ കാര്യങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ Q&A വീഡിയോ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റെസ്പോൺസ് ഉണ്ടായ ഒരു വീഡിയോ കേട്ടോ. അത് മാത്രമല്ല 2 ദിവസം ട്രെൻഡിങ്ങിലും കിടന്നിരുന്നു. എനിക്ക് സാധാരണ വീഡിയോ ട്രെൻഡിങ്ങിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യേ അല്ലെങ്കിൽ ചിലർ അയച്ചു തരാറൊക്കെ ഉണ്ട്. അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ വെറുതെ നോക്കിയപ്പോൾ കമൻറ്റ് ഇടാനായിട്ട് നോക്കിയതല്ല കേട്ടോ. വെറുതെ എന്തോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ട്രെൻഡിങ്ങിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. എന്തോ എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം എപ്പോഴും യൂട്യൂബിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ട്രെൻഡിങ്ങിൽ നമ്മുടെ വീഡിയോ കയറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എപ്പോഴും കിട്ടണ ഒരു ഭാഗ്യമല്ല. കാരണം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ്, അതുപോലെ മൂവി പ്രൊമോഷൻ വീഡിയോസ്, അതുപോലെ ട്രെയിലറുകൾ, ഇതൊക്കെയല്ലേ ട്രെൻഡിങ്ങിൽ വരാറ് എപ്പോഴും. പിന്നെ കരിക്കിൻ്റെ വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരറ്റത്തെ ഒരു സൈഡിൽ കിടക്കുന്ന ഒരു ചാനലിലത്തെ വീഡിയോ ട്രെൻഡിങ്ങിൽ വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. 2024 എൻ്റെ ഒരു 3-4 4 കൂടുതൽ വീഡിയോസ് ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതേപോലെ 2025 ജനുവരി തന്നെ ഫസ്റ്റ് വീഡിയോ ട്രെൻഡിങ്ങിൽ വന്നു. അപ്പോൾ അതും ഭയങ്കര സന്തോഷം. പിന്നെ അടുത്തൊരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും Q&A വീഡിയോ ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എനിക്ക് എന്നെ എന്താ പറയുക, എല്ലാവരും എന്നെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെയൊക്കെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള കമൻസാണ് 100-ൽ 99.9% വരുന്നത്. അതും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കും കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എന്നെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം പക്ഷേ എന്തോ എനിക്ക് അങ്ങനത്തെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടുള്ള കമൻസ് ഇപ്പോൾ പൊതുവേ ഇല്ല. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ദാരിദ്ര്യം പറഞ്ഞു വരികയെന്ന്. ഞാൻ ആ വീഡിയോയിൽ Q&A വീഡിയോയിൽ ഒരിടത്തും ദാരിദ്ര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വീഡിയോ കാണാണ്ട് കമൻറ്റ് ഇട്ടത് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെന്താണ്, നല്ല സന്തോഷമായി കേട്ടോ. ഒത്തിരി പേര് വീഡിയോനെ കാണുന്ന ആൾക്കാർ തന്നെ കമൻറ്റ് ഇടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. മുന്നേ കമൻറ്റ് ഇട്ടിട്ട് പിന്നെ ഇടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമായി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ Q&A എന്നൊക്കെ ഉദ്ദേശിച്ചപ്പോൾ കുറേയധികം ചോദ്യങ്ങൾ വരുന്നൊക്കെ വിചാരിച്ചു. അതൊന്നും ഉണ്ടായില്ല. ആകെ ഈ 2 കാര്യങ്ങൾ മാത്രമേ എല്ലാവരും ചോദിച്ചുള്ളൂ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സംഭവങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ അറിയണം വെച്ചെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോൻ്റെ താഴത്തിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ Q&A ചെയ്യാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ Q&A വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ഞാൻ നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ആർക്കെങ്കിലും അങ്ങനെ വല്ലതും തോന്നിച്ചാൽ ക്ഷമിക്കാം. തോന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ, എന്നാലും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണോ, ചെറിയ പ്രായമല്ലേ, മാരേജിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ എന്നൊക്കെ. അപ്പം നമ്മൾ സാധാരണ കല്യാണം കഴിച്ച് ജീവിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ നമുക്ക് ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ പോന്ന് കഴിഞ്ഞാൽ കുറേ അധികം സമയം നമുക്ക് അതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി വരും. അങ്ങനെയൊക്കെ പൊരുത്തപ്പെട്ട് നമുക്ക് വേണം ഇനി അങ്ങനെ തോന്നുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളും സ്ട്രെസ്സും സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കണം, ലൈഫ് ഒരു സേഫ് സോണിൽ കൊണ്ടുപോയി നിർത്തണം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ഒരു ഒരു എയിമെന്ന്, ഒരു ഗോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫും നമ്മുടെ മക്കളുടെ ലൈഫും ഒരു സേഫായ രീതിയിൽ ഇങ്ങനെ ആടി ഉലയാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഒരു പാതയിൽ കൂടെ എത്തിക്കണമെന്ന്. അപ്പം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ വെച്ചിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അതിൻ്റെ ട്രോമ അല്ലെങ്കിൽ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഓർമ്മകൾ എന്തൊക്കെയോ, അപ്പോൾ അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഹീലായി വരുന്ന ഒരു സമയമല്ലേ. പ്രത്യേകിച്ചും അപ്പോൾ നമുക്ക് മനസ്സമാധാനം, സന്തോഷം, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിനൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ സേഫായിട്ടുള്ളൊരു പോക്കിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അപ്പം ഇന്നൊരു കുട്ടി വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുക്കിംഗ് ഒന്നും അധികം കാണിച്ചിട്ടില്ല. എന്ത് ചെയ്യണം എന്നറിയാണ്ട് എടുത്തൊരു വീഡിയോ കേട്ടോ. എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണമെന്ന്. വീഡിയോ എടുക്കുമ്പം മുന്നേയൊക്കെ എനിക്കിങ്ങനെ ഒരു നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടാവും, ഞാൻ എന്തൊക്കെ എടുക്കണം, ഷൂട്ട് ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ കേട്ടോ. ഇന്നത്തെ വീഡിയോ എടുത്തതോ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം തോന്നി, വീഡിയോ എടുത്തു. പിന്നെ ഞാൻ നമ്മുടെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത് അത് കഴിയാനായി കേട്ടോ. അന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നഖത്തിൽ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. കഴിയുമ്പോൾ എടുക്കും, പിന്നെ നഖം വളർന്ന് വരുമ്പോൾ എടുക്കും, എന്നിട്ട് മൈദയും മുക്കിയിട്ട് നഖത്തും ഇടും. അപ്പം ഇന്ന് ഞാനത് ഇടാൻ വിചാരിച്ച നേരത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം തലേ ദിവസം ഞാൻ ഇട്ടുണ്ടായിരുന്നേ, അതാണ് ഇങ്ങനെ റെഡ് കളറിൽ ഇരിക്കണേ. അപ്പം നഖം നല്ല ഭംഗിയായിട്ട് നഖം ഇരിക്കണ നേരത്ത് എൻ്റെ ചെറുവിരലിൻ്റെ നഖം മുറിഞ്ഞു പോയിട്ടോ. പക്ഷെ ഞാൻ എല്ലാം കൂടെ മുറിച്ച് സെറ്റാക്കിയില്ല, കാരണം ചെറുവിരലിൻ്റെ നഖം പെട്ടെന്ന് വലുതാവില്ലേ. അപ്പം മറ്റതൊക്കെ സാവകാശമല്ലേ വലുതാവുള്ളൂ, അപ്പോൾ ആ വലുപ്പത്തിന് എത്തും. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും നഖം പൊട്ടി പോവുകയാണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെ വെച്ചു കേട്ടോ. ഈ നഖം വളർത്താൻ പെടുന്ന പാട് ചില്ലറെന്നല്ല. പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിലൊക്കെ ഫുഡ് ഉണ്ടാക്കുകയും പാത്രം കഴുകുകയും തുണി തിരുമ്പുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നഖം നല്ലോണം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചെറുവിരലിൻ്റെ നഖം തന്നെ എങ്ങനെ പൊട്ടി വെച്ചാലേ, നമ്മൾ ബാത്റൂമിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുന്ന നേരത്ത് എൻ്റെ വിരൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി പെട്ടു. നല്ല വേദന എടുത്തു, അതിൻ്റെ ഇടയിൽ കൂടെ നഖം പൊട്ടുകയും ചെയ്തു കേട്ടോ. അതുണ്ടായേ. അപ്പോൾ ഈ മൈലാഞ്ചി ഞാനിങ്ങനെ മൈദ മുക്കി കലക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 2 ദിവസമൊക്കെ തന്നെ ഇത് ഇരിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി പോവും. അപ്പം ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഇത് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇങ്ങനെ കയ്യിലിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതൊരു ആഗ്രഹം. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഞാൻ എന്തെങ്കിലും ഒരു ഇപ്പം നമുക്ക് മൈൻഡൊക്കെ ഇങ്ങനെ സ്ട്രെസ്സായിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് അതൊന്ന് ശരിയാവാനായിട്ട് കുറേ കാലമായിട്ടുള്ള പരിപാടി, ഞാൻ എന്തെങ്കിലും സീരീസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലാണ് കേട്ടോ. അത് ഇത്തിരി ഭയങ്കരയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കാലം കാണാണ്ടിരുന്നതാണ് കേട്ടോ.
നമുക്ക് നമ്മുടെ പ്രായത്തിന് പറ്റിയതല്ല, ഒക്കെ കൊച്ചു പിള്ളേർ കാണേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അവസാനം എനിക്കൊന്നും കാണാൻ കിട്ടാണ്ട് ഇപ്പം ഞാൻ അത് കണ്ടുതുടങ്ങിയപ്പോൾ ഞാൻ അഡിക്റ്റായി. അതിലെ പാട്ടുകളും അതിലെ എന്താ പറയുക ഒക്കെ അഡിക്റ്റായി. പ്രത്യേകിച്ച് നമുക്ക് അറിയാമല്ലോ, കണ്ണനെ ഇഷ്ടമുള്ളവർക്ക് കണ്ണൻ്റെ എന്ത് കണ്ടാലും എന്താ ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ അഡിക്റ്റായി. അപ്പം അതിൽ മൈലാഞ്ചി കൈമട്ടതൊക്കെ കാണുമ്പോൾ ഒരു കൊതി കൂടി വന്നു. എൻ്റെ അടുത്ത് മൈലാഞ്ചി ഉണ്ടല്ലോ, ഒന്ന് ഇട്ട് നോക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഇട്ട് നോക്കിയതാട്ടോ. ഞാൻ ആദ്യം ഇതിന് മുന്നേ കണ്ടിരുന്ന മഹാഭാരതം കേട്ടോ. മഹാഭാരതം ഫുള്ള് കണ്ട് തീർത്തഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക തുളസിമാലയൊക്കെ ഇടണം എന്നൊക്കെയുള്ള ആഗ്രഹം തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു. മൈലാഞ്ചി കളഞ്ഞിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാരണം ഇതിൽ 6-7 മണിക്കൂർ കയ്യിൽ വെച്ചാലേ ഇതെടുത്ത് കളയാൻ പറ്റുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.